മലപ്പുറം വെള്ളാഞ്ചേരി പാടശേഖരത്തിലെ 60 ഏക്കറോളം വരുന്ന പുഞ്ചകൃഷി നാശത്തിന്റെ വക്കിലാണ്. ഓടകളിലെ വെള്ളം പാടത്തേക്ക് ഒഴുകിയെത്തുന്നതാണ് കൃഷി നശിക്കാൻ കാരണം. മലിനജലമടക്കം കൃഷിയിടത്തിലേക്ക് എത്തിയതാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. 150 ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ 60 ഏക്കറിലാണ് പുഞ്ചകൃഷി ചെയ്യുന്നത്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകളാണ് കൃഷിയിടങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. റോഡ് നവീകരണം പൂർത്തിയായതോടെ മതിരശ്ശേരി റോഡ് മുതൽ അയലങ്കം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാഞ്ചേരി പാടത്തിലേക്കാണ് എത്തുന്നത്. 30ഓളം കർഷകരാണ് പാടശേഖരങ്ങളിൽ വെള്ളം കയറുന്നതിനാൽ ദുരിതത്തിലായിരിക്കുന്നത്. ഈ പുഞ്ചയില് ഒരു മഴ വന്നു കഴിഞ്ഞാല് ഈ കർഷകരുടെ ദുരിതമാണ് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ നെല്ലുകള് അതേപോലെ വെള്ളം, ഇന്നലത്തെ ഒരു മഴക്ക് വന്ന വെള്ളമാണിത്. ഈ വെള്ളം കാരണം കർഷകർ ഇവിടെ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഹൈവേയുടെ വികസനത്തിന് എതിരൊന്നല്ല, പക്ഷേ ഹൈവേയിൽ നിന്നുള്ള വരുന്ന വെള്ളം അത് അവർ ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതായിരുന്നു. നമ്മളെ പാടശേഖരത്തിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് കച്ചറയും അതും ഇതും എല്ലാം വന്ന് ഞങ്ങളെ നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽ മഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുമൂലം പാകമായ നെല്ല് കൊയ്തെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കർഷകർ. പാടശേഖരത്തെ മറ്റു പ്രദേശങ്ങളിൽ കൊയ്ത്തു പുരോഗമിക്കുന്നുണ്ട്. വേനൽ മഴ തുടർന്നാൽ വീണ്ടും വെള്ളം ഉയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാവുകയും ചെയ്യും. മുളച്ച നെല്ല് ഏജൻസികൾ ഏറ്റെടുക്കാത്തതിനാൽ കനത്ത നഷ്ടമാണ് കർഷകരെ കാത്തിരിക്കുന്നത്. പാടത്തേക്ക് വെള്ളം കയറുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.